ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് വ്യത്യസ്ത ഇൻപുട്ട് സപ്ലൈ ഉപയോഗിച്ചിട്ട് ഒരു ലോഡിനെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഈ ഒരു ഡിവൈസ് CKM എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന ഒരു സിംഗിൾ ഫേസ് MCB ചേഞ്ച് ഓവറാണ്. അപ്പോൾ പല കമ്പനികളും ഇത് പുറത്തിറക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് CKM എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് സപ്ലൈ മിക്സ് ആകാതെ തന്നെ നമുക്കൊരു ലോഡിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിവൈസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജനറേറ്റർ സപ്ലൈ അതുപോലെ KCB സപ്ലൈ ഒക്കെ മിക്സ് ആവാതെ സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിവിടെ ഇത് എടുത്തേക്കുന്നത് രണ്ട് വീട്ടിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള സപ്ലൈ ഉപയോഗിച്ചിട്ട് ഒരു മോട്ടറിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് വീട്ടിൽ നിന്നുള്ള ഫേസ് ന്യൂട്രൽ ഇവിടെ വലിച്ചിട്ടിട്ടുണ്ട്. അതിന് ആ ബ്ലൂ വയറാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ ഈ ഒരു ബ്ലാക്ക് വയർ മോട്ടറിലേക്ക് പോകുന്ന സപ്ലൈ ആണ്. നമ്മൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു മോട്ടറിനെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വീട്ടിലെ സപ്ലൈ ഉപയോഗിച്ചിട്ട് മോട്ടറിനെ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഫേസുകളായിരിക്കും രണ്ട് വീട്ടിലും ഉണ്ടാവുക. അതായത് ഒരു വീട്ടിൽ റെഡ് ഫേസോ അതുപോലെ രണ്ടാമത്തെ വീട്ടിൽ ഒരുപക്ഷെ ബ്ലൂ ഫേസോ അല്ലെന്നുണ്ടെങ്കിൽ യെല്ലോ ഫേസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഫേസും കൂടി മിക്സായിട്ട് മോട്ടർ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസിനെ ഇവിടെ ഉപയോഗിക്കുന്നത്. അതാകുമ്പം ഒരേ സമയം ഒരു ഫേസ് ഉപയോഗിച്ചിട്ട് മാത്രമേ ഒരു ഫേസ് ന്യൂട്രൽ ഉപയോഗിച്ചിട്ട് മാത്രമേ മോട്ടർ വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാതെ DP സ്വിച്ച് വെച്ചിട്ട് രണ്ട് വീട്ടിൽ നിന്നും കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കാതെ എങ്ങാനും രണ്ട് സ്വിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വീട്ടിലെയും സ്വിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ മോട്ടർ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് രണ്ട് വീട്ടിലെയും കൂടി ഫേസ് ആക്റ്റീവായിട്ട് 440 വോൾട്ടായിട്ട് മോട്ടറിലേക്ക് എത്തി മോട്ടർ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു സമയം ഒരു വീട്ടിൽ നിന്നുള്ള സപ്ലൈ ഉപയോഗിച്ചിട്ട് മാത്രമേ മോട്ടർ വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് പറയാം. ചേഞ്ച് ഓവറിൻ്റെ മുകളിൽ കൊടുത്തേക്കുന്ന ബ്ലാക്ക് വയർ മോട്ടറിലേക്ക് പോകുന്ന വയറാണ്. അതുപോലെ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കുന്ന രണ്ട് സെക്ഷൻ, അതായത് മൊത്തത്തിൽ 4 വയറുണ്ട്. അതിൽ ഈ രണ്ട് സെക്ഷനായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഒരു സെക്ഷൻ ഒരു വീട്ടിൽ നിന്നുള്ള സപ്ലൈയും അതുപോലെ രണ്ടാമത്തെ സെക്ഷൻ രണ്ടാമത്തെ വീട്ടിൽ നിന്നുള്ള സപ്ലൈയുമാണ്. ഒരെണ്ണം വരുന്നത് ആ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച വീട്ടിൽ നിന്നും, അതുപോലെ രണ്ടാമത്തെ സപ്ലൈ വരുന്നത് ഈ ഒരു ചേഞ്ച് ഓവർ ഫിറ്റ് ചെയ്തേക്കുന്ന വീട്ടിൽ നിന്നുമാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഫേസ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രലുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഓവർ ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള ഒരു കംപ്രസർ മോട്ടറാണ്, ബോർവെല്ലിൻ്റെ ഒരു കംപ്രസർ മോട്ടറാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ഈ ഒരു രണ്ട് വാൽവുകൾ കൺട്രോൾ ചെയ്തിട്ടാണ് രണ്ട് വീട്ടിലെയും ടാങ്കിലേക്കുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും. ഒരു വാൽവ് ഓഫും ഒരു വാൽവ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്കിലേക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടാങ്കിലേക്കുമായിരിക്കും വെള്ളം ഫില്ലാവുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. ഈ ഒരു ചേഞ്ച് ഓവറിൻ്റെ സെൻട്രൽ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള സപ്ലൈ മോട്ടറിലേക്ക് പോകത്തില്ല, അതായത് ഓഫ് പൊസിഷനാണ്. അതുപോലെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്നുള്ള സപ്ലൈ ഉപയോഗിച്ചിട്ട് മോട്ടർ വർക്ക് ചെയ്യും. അതുപോലെ ഏറ്റവും താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ വീട്ടിൽ നിന്നുള്ള സപ്ലൈ ഉപയോഗിച്ചിട്ട് മോട്ടർ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ രണ്ട് വീട്ടിൽ നിന്നുള്ള വ്യത്യസ്ത ഫേസുകൾ ഒരു രീതിയിലും കോൺടാക്റ്റ് ആവുകയില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. താങ്ക് ഫോർ വാച്ചിങ്.